രാധേ കൃഷ്ണ. ഇന്നത്തെ താങ്കളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 4 ഓഫ് വാണ്ട്സ് എന്ന മൈനർ ആർക്കന കാർഡാണ്. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നതിനെയും അപ്പോൾ ഉണ്ടാകുന്ന സന്തോഷങ്ങളെ, അത് ജീവിതത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധങ്ങളിലോ ഫ്രണ്ട്ഷിപ്പ് സർക്കിളിലോ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വിജയങ്ങളെയൊക്കെ ആഘോഷമാക്കുന്ന ഒരു എനർജിയിലാണ് ഇന്ന് നിങ്ങളുള്ളത്. അതായത് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ വിജയിക്കാൻ പോകുന്നതായിട്ടാണ് പറയുന്നത്. അങ്ങനെ സന്തോഷങ്ങളെയൊക്കെ ആഘോഷമാക്കി മാറ്റി മുന്നോട്ട് പോകുമ്പോൾ എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് തരുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. ഭൗതികപരമായ പുതിയ അവസരങ്ങളെ ആത്മവിശ്വാസത്തോടെയും പ്രായോഗികമായും നടപ്പാക്കി മുന്നോട്ട് പോകാനാണ് ഗൈഡൻസ് ആയിട്ട് പറയുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഏത് ലക്ഷ്യത്തിലേക്കാണോ പോകുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വിത്ത് പാകാനുള്ള ഒരു സമയമായിട്ടാണ് പറയുന്നത്. അങ്ങനെ വിത്ത് പാകി ആ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം എന്ന് ചോദിച്ചപ്പോൾ വന്നത് 7 ഓഫ് സോഡ്സ് എന്ന കാർഡാണ്. വളരെയധികം തന്ത്രപരമായി ശ്രദ്ധിച്ച് ജാഗ്രതയോടെ കർമ്മ പദ്ധതികളുമായി നീങ്ങാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതായത് നിങ്ങളുടെ തന്നെ നെഗറ്റീവായ ചിന്തകളിൽ പെടാതെ പോസിറ്റീവായി ചിന്തിച്ച്, പറ്റുമെങ്കിൽ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്ത് പോസിറ്റീവായി ചിന്തിച്ച് മുന്നോട്ട് പോകാനും, അതായത് നിങ്ങളുടെ കർമ്മ മേഖലകളിൽ പോസിറ്റീവായി ചിന്തിച്ച് നിങ്ങളുടെ ചെറിയ ചെറിയ വിജയങ്ങളെ, കഠിനാധ്വാനം കൊണ്ടുണ്ടായ ചെറിയ ചെറിയ വിജയങ്ങളെ ആഘോഷമാക്കുന്നതോടൊപ്പം തന്നെ പ്രായോഗികമായും ബുദ്ധിപൂർവമായും തന്ത്രപരമായും നീങ്ങിയാൽ നിങ്ങൾക്കുണ്ടാകുന്ന വിജയത്തെയാണ് ഇന്ന് വിജയിക്കാൻ കഴിയും എന്നൊരു മെസ്സേജാണ് ഇന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകിയിരിക്കുന്നത്. താങ്ക് യു.